ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന പയ്യൻ ഇവിടെ സ്ഥിരം വരുന്ന പയ്യനാണ്. അപ്പോൾ ഈ പതിവായിട്ട് ആൾ ഇവിടെ വരാറുണ്ടല്ലേ? അയാൾ സ്ഥിരം സന്ദർശകനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി, ശനിയാഴ്ച രാത്രിയാണെന്നാണ് പറയുന്നത്, ആ സമയത്ത് ഈ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല? ഇയാളെങ്ങനെ രാത്രി ഇവിടെ വന്ന് വേറെ ആരും കണ്ടു? രാത്രിയാണല്ലോ പുള്ളി സ്ഥിരം വരുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി അമ്മ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അമ്മ ഈ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ഇവർ. അപ്പം അമ്മയ്ക്ക് എപ്പോഴും വധഭീഷണി നേരിടുന്നുണ്ടായിരുന്നു ഈ വരുന്ന ഈ പയ്യനും ഇവൻ്റെ കൂട്ടാളികളിൽ നിന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ സൈനിക ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ വന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ഞങ്ങളെല്ലാം വന്നു, ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ഇവിടെ ജീവന് ഭീഷണി എന്നുണ്ടെങ്കിൽ അങ്ങ് പോകാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കാക്കനാട് കൊണ്ടുപോയി പാർപ്പിക്കുകയുണ്ടായി. കാക്കനാട് അവിടെ പാർപ്പിച്ചു? സൈനിക ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എന്തോ ഒരു ക്വാർട്ടേഴ്സ് സംവിധാനം എന്തോ ഉണ്ട്. പയ്യൻ ഇവിടെ ഇവൻ സ്ഥിരം വരും. അവൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ അത്ര ബോഡി ലാംഗ്വേജ് അത്ര സുഖമല്ല. അപ്പോൾ ഇവൻ വണ്ടിയൊക്കെ വട്ടം വയ്ക്കുകയും ഇവിടെ നാട്ടുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഈ പ്രദേശവാസികളെ വണ്ടി മാറ്റാൻ പറഞ്ഞാൽ മാറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 3-4 പേര് കൂടി ചോദ്യം ചെയ്തപ്പോഴേക്കും അവരെല്ലാം ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ടോളാം എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി മുഴക്കിയിട്ട് അവൻ പോയി. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടി ഒരു 20 കുടുംബങ്ങളൊന്നിച്ച് ഒരു മാസ് പെറ്റീഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞ 3-ാം തീയതി. വേറെ ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? വേറെ ആളുകളെ ആക്രമിക്കുക ചെയ്തിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ആളുകൾ ആശങ്കയിലായിരുന്നു. ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ആശങ്ക നിലനിന്നിരുന്നു. ഇവരിൽ നിന്ന് ഏത് നിമിഷവും ഒരു ഭീഷണി ഇവൻ ഭീഷണി മുഴക്കിയേക്കണോണ്ടൊരു സ്വാഭാവികം എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. ആർക്കാ മാസ് പെറ്റീഷൻ കൊടുത്തിരുന്നത്? അപ്പോൾ ചൊട്ടാനിക്കര പോലീസ് സ്റ്റേഷൻ. ഇവർ ഈ നേരത്തെ കുട്ടിയോ അല്ലെങ്കിൽ അമ്മയൊക്കെ ഉപദ്രവിച്ചതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അറിയോ? അമ്മേനെ പലവട്ടം ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ ശരീരത്തൊക്കെ പഴയതും പുതിയതുമായിട്ടുള്ള പല മുറിവുകളും കൈയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴാണ് ആരാണ് മുറിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ പിറ്റേന്ന് ആരാണ് ഇത് കണ്ടത്? കുട്ടി ഇങ്ങനെ അബോധാവസ്ഥ? പിറ്റേന്ന് കണ്ടത് അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട് വയനാട് താമസിക്കുന്ന. അദ്ദേഹം എറണാകുളത്ത് മറ്റൊരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ നാളായി വന്നിട്ട്. അദ്ദേഹം മരിച്ചിട്ട് 4 വർഷമായി. ആ മരണത്തിലെങ്ങാണ്ട് പങ്കെടുത്താൽ പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ആങ്ങളുടെ ഭാര്യനെ കാണാം, സംസാരിക്കാം, എന്തെടുക്കണം അമ്മയും മോളും എന്നൊക്കെ അറിയാമെന്ന് ഓർത്തുകൊണ്ടാണ് അവർ വന്നത്. അവർ വന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചിട്ട് കേൾക്കാതായപ്പോൾ അവർ ബാക്ക് ഡോറിലേക്ക് നോക്കുമ്പോൾ അടുക്കള വശത്ത് കൂടി കയറാമെന്ന് ഓർത്ത് അങ്ങ് ചെല്ലുമ്പോൾ ആ ജനൽ തുറന്ന് നടക്കുന്നുണ്ട്. ആ ജനൽ കൂടി കാണാം നമുക്ക്.